Zephyr, the dream team in entrance coaching. Hi dear students, ഞാൻ ശിവപ്രസാദ് ഫിസിക്സ് അധ്യാപകനാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സാറ്റ് എക്സാമിനേഷൻ, ഈ വരുന്ന 25th നടക്കാൻ പോകുന്ന സാറ്റ് എക്സാമിനേഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫിസിക്സിലെ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഏതാനും ചില ക്വസ്റ്റ്യനുകളുടെ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ വളരെ വ്യക്തമായി കേൾക്കുമെന്ന് കരുതുന്നു, നന്നായി പഠിക്കുമെന്നും കരുതുന്നു. Okay students, our first question number 1, the numerical ratio of displacement to distance for a moving object is. Say this question from motion, okay, chapter motion. Okay, so numerical ratio of distance and displacement. See, we know distance and displacement equivalent ആയിരിക്കും. ഇപ്പോൾ when an object traveling from A to B in a straight line, through a straight line, then both distance and displacement are equal. Okay, so then distance divided by displacement, ratio of distance to displacement, ratio of distance to displacement means displacement divided by distance. Here A to B, you just consider distance is 10 centimeter. From A to B, displacement that is equal to 10 centimeter. Okay, that means when a particle traveling from A to B through a straight line, then both distance and displacement are equal. Okay, therefore the value of displacement divided by distance, that is equal to 1. Okay, sometimes the particle traveling from A to B then return back to A. At that moment, distance is greater than displacement. Okay, in some situations, in some cases, distance is greater than displacement. Okay, so at that moment the value of displacement divided by displacement divided by distance is greater than what? Okay, smaller than 1. Why? Because displacement is comparatively smaller than distance, so displacement divided by distance value, it is smaller than 1. So in some situation, ചില സിറ്റുവേഷനുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 1 ആയിരിക്കും. എപ്പോഴാണ്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കുമ്പോൾ. ചില സിറ്റുവേഷനുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 1 ചെറുതായിരിക്കും. എപ്പോഴാണ്? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ വലുതായിരിക്കുമ്പോൾ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ കറക്റ്റ് ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ഓർ ലെസ് ദാൻ 1 എന്നുള്ളതായിരിക്കും. ഓക്കെ, ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ് ഫോർ എ മൂവിങ് ഒബ്ജക്റ്റ്, ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ന്യൂമറിക്കൽ റേഷ്യോ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും ഈക്വൽ ഓർ ലെസ് ദാൻ 1. ക്ലിയർ? ദെൻ second question, 4 cars A, B, C and D are moving on a leveled road. Their distance versus time graph are shown in the adjacent figure. Choose the correct statement. Okay, so ഇവിടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നമുക്ക് രണ്ടാളുകളെ ആദ്യം നോക്കാം. സി എന്ന് പറയുന്ന കാറിൻ്റെ ടൈം T1 എന്നെടുക്കട്ടെ, അത് കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് D1 എന്നിരിക്കട്ടെ. ഓക്കെ, സോ ഹിയർ അനദർ കാർ ബിനെ ഞാൻ കൺസിഡർ ചെയ്താൽ അത് ട്രാവൽ ചെയ്യാനെടുത്ത സമയം T2ഉം അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് D2ഉം എന്നിരിക്കട്ടെ. ഓക്കെ, സോ വെൻ വി കമ്പയർ ദ ഡിസ്റ്റൻസസ് കവേർഡ് ബൈ ദ കാർ ബി ആൻഡ് സി, ബിയും സിയും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസുകൾ കവർ ചെയ്താൽ ബി കവർ ചെയ്ത ഡിസ്റ്റൻസ് D2 സ്മോളർ ദാൻ ആരായിരിക്കും? D1 ആയിരിക്കും. അതേപോലെ തന്നെ ടൈം എന്ന് പറയുന്നത്
T2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആരാണ്? T1 ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ദൂരം കുറഞ്ഞ സമയം കൊണ്ട് ട്രാവൽ ചെയ്തത് C എന്ന കാറും കുറഞ്ഞ ദൂരം കൂടുതൽ സമയമെടുത്ത് കവർ ചെയ്തത് B എന്ന കാറുമായിരിക്കും. ഓക്കെ, അപ്പോൾ B എന്ന കാറിൻ്റെ സ്പീഡ് C എന്ന കാറിനെ വെച്ച് കമ്പയർ ചെയ്താൽ വളരെ കുറവായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? C എന്ന് പറയുന്ന കാറിനാണ് ഏറ്റവും കൂടുതൽ വേഗത. അപ്പോൾ ഫാസ്റ്റസ്റ്റ് വൺ എന്ന് പറയുന്നത് C ആണ്. സ്ലോവസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് കാർ B ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം. കാർ A ഈസ് ഫാസ്റ്റർ ദാൻ കാർ D. കാർ A ഫാസ്റ്റർ ദാൻ കാർ D ആയിരിക്കില്ല. കാരണം എന്താ? ബിക്കോസ് റിലേറ്റഡ് ടു ദ സ്പീഡിൻ്റെ ഓർഡറിൽ നമ്മൾ കാറുകളെ എഴുതിയാൽ ദ കാർ C ഷോസ് മോർ സ്പീഡ് ദാൻ കാർ D ദാൻ കാർ A ദാൻ കാർ B. ഓക്കെ, അപ്പോൾ B ആയിരിക്കും ഏറ്റവും വേഗത കുറഞ്ഞ കാറ്, C ആയിരിക്കും ഏറ്റവും വേഗത കൂടിയ കാറ്. C വേഗത കൂടിയ കാറാണ്. കാർ C is the slowest. So this one is the wrong answer. Then car D is faster than car C. It is wrong. Car C is faster than car D. So the third option is wrong. Car A is faster than D. Car A is faster than D. It is again wrong because car D is the speed of the car D is greater than the speed of car A. Okay, so again this one is wrong. So here the correct option car B is the slowest. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാർ B എന്താണ്? സ്ലോവസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ബിക്കോസ് ദാറ്റ് വൺ കവേഴ്സ് മോർ ഡിസ്റ്റൻസ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഇൻ ദ ലാർജ് ടൈം ഇൻ്റർവൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? കാർ B ആണ് സ്ലോവസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 3. The slope of voltage V versus current I is called. Okay, so VI ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ y ആക്സിസ് വാല്യൂ ഡിവൈഡഡ് ബൈ y ആക്സിസ് വാല്യൂ ഡിവൈഡഡ് ബൈ x ആക്സിസ് വാല്യൂ ആണ്. ഓക്കെ, സോ y ആക്സിസ് വാല്യൂ ഡിവൈഡഡ് ബൈ x ആക്സിസ് വാല്യൂ ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. സി y ആക്സിസ് വാല്യൂ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, V ആണ്, വോൾട്ടേജ് ആണ്, കറണ്ട് ആണ്. X ആക്സിസ് വാല്യൂ, സോ V ബൈ I. സോ വി നോ ദ ഓംസ് ലോ, V is equal to IR. So R is equal to V by I. That means the slope of the graph provide the idea related to the resistance. Okay, so here we use the idea Ohm's law. Okay, then next question. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ദെൻ അഗെയിൻ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻ ഇലക്ട്രിക് അയൺ ഡ്രോസ് എ കറണ്ട് 4 ആംപിയർ വെൻ കണക്റ്റഡ് ടു 220 വോൾട്ട് മെയിൻസ്. ഇറ്റ്സ് റെസിസ്റ്റൻസ് മസ്റ്റ് ബി. ഓക്കെ, വീണ്ടും ഓംസ് ലോ തന്നെയാണ് എടുത്തിരിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത്. ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V is equal to എന്താണ്? IR ആണ്. ശരി, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the potential difference across a conductor is directly proportional to the amount of electric current passed through the conductor. Potential difference across the conductor ഒരു കണ്ടക്ടറിൽ കൂടി കടന്നു പോകുന്ന കറണ്ടിന് നേരാനുപാതത്തിലായിരിക്കും ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ. അതാണ് ഓംസ് ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ V is equal to IR എന്നാണ്. സി, അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റെസിസ്റ്റൻസിനെയാണ്. ടു ഫൈൻഡ് ദ റെസിസ്റ്റൻസ്, സോ R is equal to V by I എന്ന് എഴുതാം. എത്രയാണ് V എന്ന് പറയുന്നത്? V is equal to 220 volt and I is equal to 4 ampere. Okay, so the result is 4 by 220, that is equal to 55. So 55 ohm. Ohm is the unit for resistance. Okay, so here this one is the first one is the answer. Okay, then fifth question, area under the velocity time graph. We know area under the velocity time graph, that means displacement. Okay, so a physical quantity which has the unit, so we measure the displacement by using the unit m, meter. So here first one, that is the right answer. This question from chapter motion. Okay, then question number 6, assertion.
This question consists an assertion and reason. So the first one, assertion, fuse wire must have high resistance and a low melting point. അത് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ഫ്യൂസ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹൈ റെസിസ്റ്റൻസ് കാണും, അതിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കുള്ളൂ. കാരണം എന്താണ്, കൂടുതൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നൊരു ഘട്ടം വന്നാൽ അത് പെട്ടെന്ന് ഹീറ്റ് ആവുകയും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റുകയും വേണം, ബ്രേക്ക് ചെയ്യാനും പറ്റണം. അങ്ങനെ ഒരു മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. So the assertion is correct. Fuse wire must have high resistance and a low melting point. Then the reason, fuse is used for small current flow only. See, actually this one is a wrong one. Okay, reason ശരിയല്ല. കാരണം എന്താ, force is used for small current flow only. അങ്ങനെയല്ല. ഫ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല സിറ്റുവേഷനിൽ പല ടൈപ്പ് കറണ്ടിൽ പല എമൗണ്ട് ഓഫ് കറണ്ടുള്ള സിസ്റ്റങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, അസേർഷനും റീസണും തമ്മിൽ ചില വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, അസേർഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അല്ലെങ്കിൽ മൂന്നാമത്തേതാണ്. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇഫ് എ ബസ് സ്റ്റാർട്ട്സ് സഡൻലി ദ പാസഞ്ചേഴ്സ് ഇൻ ദ ബസ് വിൽ ടെൻഡ് ടു ഫോൾ. നമുക്കറിയാവുന്ന കാര്യമാണ്, ബസ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസഞ്ചേഴ്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസഞ്ചേഴ്സ് എന്ത് ചെയ്യും, ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതിലെ ആൻസർ ഏതായിരിക്കും, ബസ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പാസഞ്ചേഴ്സ് എന്ത് ചെയ്തിരിക്കുക, മൂവ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് ഇനേർഷ്യ എന്ന് പറയുന്ന ഐഡിയ, മോഷണൽ ഇനേർഷ്യ. നമ്മൾ ഇനേർഷ്യ തന്നെ 3 തരത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത്തരം ക്വസ്റ്റ്യനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഫസ്റ്റ് വൺ, ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ഫോഴ്സ്. യെസ്, ഇത് തന്നെയാണ് കറക്റ്റ്. ഫസ്റ്റ് വൺ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ, ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ബസ്. അപ്പോൾ വ്യക്തിയുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ബസ്സിൻ്റെ ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇലക്ട്രിക് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഇലക്ട്രിക് പവറിനെ പറ്റി അറിയാം എന്നുണ്ടെങ്കിലും പവറിനുള്ളൊരു ഇക്വേഷനാണ് P = V² ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത്. P = V² / R. സോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം, P എന്ന് പറയുന്ന ആൾ P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്, 1/R ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, ഹിയർ ദ കറക്റ്റ് ആൻസർ ദാറ്റ് ഈസ് 3, റെസിസ്റ്റൻസ്. ഇലക്ട്രിക് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മളെടുത്തിരിക്കുന്നത് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മേ ബി 0 ഈവൻ ഇഫ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഈസ് നോട്ട് 0. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മേ ബി 0 കറക്റ്റാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്താവാം, ചിലപ്പോൾ 0 ആവാം. ഈവൻ ഇഫ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഈസ് നോട്ട് 0. കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 0 അല്ല എന്നുണ്ടെങ്കിലും എന്തുണ്ടായിരിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ചാൽ മതി. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു വ്യക്തി മൂവ് ചെയ്താൽ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. എന്നാൽ എയിൽ നിന്ന് ബിയിലോട്ട് പോയ വ്യക്തി തിരിച്ച് എയിലോട്ട് അതേ പാത്തിലൂടെ തന്നെ തിരിച്ചു വന്നാൽ എന്തുണ്ടായി, അറ്റ് ദാറ്റ് ടൈം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, AB + BA ആയിരിക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് AB + എന്തായിരിക്കും, AB ആയിരിക്കും. BA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് AB ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, -AB എന്നാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ AB - AB എന്ന് AB - BA എന്നാണ് എഴുതേണ്ടത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂമറിക്കലി അതെന്ത് തന്നെയാണ്, ഈക്വലൻ്റ് ആണ് ABക്ക് എന്നുള്ളത് കൊണ്ട് AB എന്ന് തന്നെ യൂസ് ചെയ്താൽ the result turns to 0. Okay, that means the displacement of a particle from one point to another point, then return back to the same point, then it turns to 0. Okay, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവാം, 0 ആവാം.
ഡിസ്റ്റൻസ് എന്താവാം, ഡിസ്റ്റൻസ് പൂജ്യമല്ലാത്ത സമയത്തും ഡിസ്പ്ലേസ്മെൻറ്റിന് പൂജ്യമാകാം. ഓക്കെ, ദെൻ റീസൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. യെസ്, റീസൺ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ പൂജ്യമായത്. കാരണം ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, തിരിച്ചു വന്ന് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 0 ആയി. അപ്പോൾ ഇതിലെന്താണ്, അസേർഷനും റീസണും കറക്റ്റാണ്. അപ്പോൾ അസേർഷനും റീസണും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ആൻസർ കൊടുക്കാം, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. അസേർഷനും റീസണും എന്താണ്, ശരിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, റീസൺ അസേർഷന് കറക്റ്റ് ആണോ എന്നാണ് നോക്കണ്ടേ. റീസൺ അസേർഷന് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് 1 ആണ് എന്ന് സംശയം കൂടാതെ തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വസ്റ്റ്യൻ നമ്പർ 10. സി ദിസ് വൺ ടേക്കൺ ഫ്രം ദ ചാപ്റ്റർ ഇലക്ട്രിസിറ്റി. അപ്പോൾ ചാപ്റ്റർ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ദ റെസിസ്റ്റൻസ് ഹൂസ് VI ഗ്രാഫ് ഈസ് ഗിവൺ ബിലോ. നിങ്ങൾക്കൊരു VI ഗ്രാഫ് തന്നിട്ടുണ്ട്. വോൾട്ടേജിനെ Y ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്, കറണ്ടിനെ X ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. VI ഗ്രാഫ് നിന്ന് റെസിസ്റ്റൻസ് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് R is equal to എന്താണ് പഠിച്ചിരിക്കുന്നത്, V/I. സോ ഹിയർ വി നോ ദ വാല്യൂ ഓഫ് V. നിങ്ങളിത് ഇങ്ങനെ എടുത്തോളൂ, 15 ആംപെയർ കറണ്ട് കൊടുത്തപ്പോൾ 9 വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9 ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം, 15 എന്ന് കൊടുക്കാം. കട്ട് ചെയ്ത് കളഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഓക്കെ, 3 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, സോ ദ റെസിസ്റ്റൻസ് R is equal to 3 divided by 5 ohm. Okay, so now this one is the right answer. Okay, then next question നോക്കുക. Question number 11. Two devices are connected between 2 points, say A and B, in parallel. അപ്പോൾ അതാ 2 ഡിവൈസുകളുണ്ട്. ഡിവൈസ് നമ്പർ 1 ആണെന്ന് വിചാരിച്ചോളൂ, ആൻഡ് ദിസ് വൺ ഈസ് ദ ഡിവൈസ് നമ്പർ 2. ഇത് D1 D2 രണ്ടിനെയും എന്ത് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നത് ഒരേ പോയിന്റിലോട്ടാണ്. ഓക്കെ, ഇതാ ഒരേ പോയിന്റ്, ഇതാണ് A എന്ന് പറയുന്ന പോയിന്റ്, ആൻഡ് ദിസ് വൺ ഈസ് B. ഓക്കെ, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വിൽ റിമൈൻ ദ സെയിം ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അപ്പോൾ അതാ ഒരു സെല്ലിലോട്ട് ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്ത് പറയാം, V വോൾട്ടേജ് ഉള്ള സെല്ലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന A എന്ന് പറയുന്ന പോയിന്റിനും B എന്ന് പറയുന്ന പോയിന്റിനും അക്രോസ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ വോൾട്ടേജ് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ I കറണ്ട് പാസ് ചെയ്യുന്ന ഈ സിസ്റ്റത്തിൽ കൂടി കറണ്ട് Aയിലെത്തുമ്പോൾ കറണ്ട് 2ആയി സ്പ്ലിറ്റ് ആവും, I1 ആയും I2 ആയും. അപ്പോൾ ഇതിൽ കോൺസ്റ്റൻ്റ് അല്ലാത്ത ആളാണ് ആര്, റിമൈൻസ് ദ സെയിം അല്ലാത്ത ആളാണ് കറണ്ട്. റെസിസ്റ്റൻസ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കില്ല, നോട്ട് റിമൈൻസ് സെയിം. വോൾട്ടേജ് കണ്ടോ, എക്കും ബിക്കും അക്രോസ് ആയിട്ട് D1നും D2നും ഒരേ വോൾട്ടേജ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അപ്പോൾ നൺ ഓഫ് ദിസ് അല്ല, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരിക, വോൾട്ടേജ്. ഓക്കെ, സോ ഇൻ പാരലൽ കണക്ഷൻ വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ബട്ട് ഇൻ സീരീസ് കണക്ഷൻ കറണ്ട് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അത് ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇത് അഗെയിൻ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ കറണ്ട് ഫ്ലോസ് ത്രൂ 10 ohm റെസിസ്റ്റർ ഇൻ ദ ഫ്ലോയിങ് സർക്യൂട്ട്. സി ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ കറണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലോയിങ് ത്രൂ 10 ohm റെസിസ്റ്റർ, 10 ohm റെസിസ്റ്ററിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്? 10 ohm റെസിസ്റ്ററിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I കറണ്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായിട്ടുണ്ടാവും, 3ആയി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും A എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച്. ഇത് I1 ആയിരിക്കും, ദിസ് വൺ ഈസ് I2 ആൻഡ് ദിസ് വൺ ഈസ് I3. ഓക്കെ, എനിക്കറിയേണ്ടത് I2 എത്രയാണ് എന്നാണ്. ഓക്കെ, എനിക്കറിയേണ്ടത് I2 എത്രയെന്നാണ്. വി നോ ദ റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ റെസിസ്റ്റർ. ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് കണ്ടുപിടിക്കണം, കറണ്ട് കണ്ടുപിടിക്കണം, I2 കണ്ടുപിടിക്കണം. I2 ഈസ് ഈക്വൽ ടു, തൽക്കാലം ഈ റെസിസ്റ്റൻസിനെ R1 എന്നും ഈ റെസിസ്റ്റൻസിനെ R2 എന്നും ഈ റെസിസ്റ്റൻസിനെ R3 എന്നും കൺസിഡർ ചെയ്താൽ എനിക്കെന്ത് പറയാം, V ഡിവൈഡഡ് ബൈ R2 ആണ് എന്തെന്ന് പറയാം, I2 എന്ന് പറയാം. V ഡിവൈഡ് ബൈ R2 ഈസ് ഈക്വൽ ടു I2 എന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാം, V ഈസ് ഈക്വൽ ടു 6 വോൾട്ട് ഡിവൈഡഡ് ബൈ R2 എന്ന് പറയുന്ന ആളുടെ വാല്യൂ എത്രയാണ്, 10 ohm. സോ 10 ohm. സോ ദ ആൻസർ ഈസ് 0.6 ആംപയർ. ഓക്കെ, 0.6 ആംപയർ. അപ്പോൾ ഇതിൽ മറ്റുള്ള റെസിസ്റ്ററുകളുടെ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട. I1 I2 കറണ്ട് എത്രയാണ് എന്നറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി,
ആ ഒരു പർട്ടിക്കുലർ റെസിസ്റ്ററിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് അതിൻ്റെ വോൾട്ടേജ്. കാരണം ഈ എല്ലാ സിസ്റ്റത്തിനും വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഇവർ പാരലൽ കണക്ഷനിലായതുകൊണ്ട്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ 0.6 ആംപയർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ അഗെയിൻ, ഈ ക്വസ്റ്റ്യനും നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെയാണ്. എ സ്റ്റുഡൻറ്റ് ക്യാരീസ് ഔട്ട് ആൻ എക്സ്പെരിമെൻറ്റ് ആൻഡ് പ്ലോട്ട്സ് ദ VI ഗ്രാഫ് of 3 samples of nichrome wire with resistance R1, R2 and R3 respectively. Which of the following is true? താഴെ തന്നിരിക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സി അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇത് വോൾട്ടേജ് ആണ്, ഇത് കറണ്ടാണ്. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ R3 എന്ന് പറയുന്നതും R1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐയും അതുപോലെ തന്നെ വിയും എനിക്ക് എന്ത് ചെയ്യാനായിട്ട് വരും, തീരുമാനിക്കാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ V ഡിവൈഡഡ് ബൈ I ആണ് എന്തെന്ന് പറയുന്നത്, R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാം, R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 അതുപോലെ തന്നെ I1 എന്ന് പറയും. V1 ഡിവൈഡഡ് ബൈ I1. സിയുടെ ഐയുടെ വാല്യൂ എന്തായിരിക്കും, വലുതായിരിക്കും, വിയുടെ വാല്യൂ എന്തായിരിക്കും, ചെറുതായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, ചെറിയ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. കാരണം ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ന്യൂമറേറ്റർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ R3 നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടുതലും അതുപോലെ തന്നെ എന്താണ്, കറണ്ട് താരതമ്യേന കുറവുമാണ്. അപ്പോൾ R3യെ നോക്കിക്കഴിഞ്ഞാൽ R3 ഈസ് ഈക്വൽ ടു എന്താണ്, V3. ഇവിടെ ഞാൻ V3 എന്നുള്ളൊരു വോൾട്ടേജും ഇവിടെ I3 എന്നുള്ളൊരു കറണ്ടും എടുത്താൽ എനിക്ക് എന്ത് പറയാം, V1-നേക്കാൾ എന്താണ് വലുതാണ് ആര്, V3 എന്നും I1-നേക്കാൾ എന്താണ് ചെറുതാണ്, I1-നേക്കാൾ ചെറുതാണ് ആരെന്നും പറയാം, I3 എന്നും പറയാൻ സാധിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, R1-നേക്കാൾ എന്തായിരിക്കും, വലുതായിരിക്കും എന്ത്, R3 എന്ന് പറയുന്നത്. R1-നേക്കാൾ വലുതായിരിക്കും R3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എടുക്കാം, R1 എന്ന് പറയുന്ന ആൾ താരതമ്യേന ചെറുതായിരിക്കും ആരേക്കാൾ, R2 അതിൻ്റെ ഇടയിൽ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് R2-നേക്കാൾ എന്തായിരിക്കും, വലുതായിരിക്കും ആരെന്ന് പറയുന്നത്, R3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത്. R3 എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ R2 ഈസ് ഗ്രേറ്റർ ദാൻ R1. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ എന്ന് നോക്കുക. യെസ് ഉണ്ട്, സെക്കൻഡ് ഓപ്ഷൻ. സോ ദാറ്റ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ചൂസ് ദ ഓൺലി വൺ വെക്ടർ എമംഗ്സ് ദ ഫോളോയിങ്. താഴെ തന്നിട്ടിരിക്കുന്നതിൽ വെക്ടർ ആയിട്ടുള്ള ക്വാണ്ടിറ്റീനെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് നോക്കൂ. ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്കാണ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ സർട്ടൈൻ പോയിന്റ് ഇൻസൈഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റ് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതായിട്ടുള്ള വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, സ്കെയിലാർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. EMF അതും അതുപോലെ തന്നെ പറയാം. ഇലക്ട്രിക് എനർജിയും അതും എന്തല്ല, വെക്ടർ ക്വാണ്ടിറ്റി അല്ല. വെക്ടറായി വരുന്നത് ആകെ എന്ത് മാത്രമാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലുണ്ടാവാം, അട്രാക്ഷൻ ആയി വരാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, റിപ്പൾഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ചാർജുകൾക്കിടയിലുള്ള അട്രാക്റ്റീവോ അല്ലെങ്കിൽ റിപ്പൾസീവോ ആയിട്ടുള്ള ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഫോഴ്സ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് ഇതിലെ ആൻസർ വരുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയായി നമുക്ക് പരിഗണിക്കാവുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 50. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്, 15ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കൂ. ദ SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ്, SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താ, സ്പെസിഫിക് റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു എന്താണ്, റോ L ഡിവൈഡഡ് ബൈ A എന്നാണ് പഠിച്ചിരിക്കുന്നത്. റോ L ഡിവൈഡഡ് ബൈ A എന്ന് പറഞ്ഞാൽ അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാം, എനിക്ക് റോ ഇസ് ഈക്വൽ ടു ആരാണെന്ന് പറയാം, RA ഡിവൈഡഡ് ബൈ L എന്ന് പറയാം. ശരിയല്ലേ? റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ലെങ്ത്തിന്, റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്, റെസിസ്റ്റൻസ് മെറ്റീരിയലിൻ്റെ നേച്ചറിന് എന്താണ്, പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് R ഇസ് ഈക്വൽ ടു റോ L ബൈ A എന്ന് പറയാം, റോ ഇസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് വാല്യൂ ആണ്, ഓം ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്, മീറ്റർ സ്ക്വയറിലാണ്. ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് എന്തിലാണ്, മീറ്ററിലാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ മീറ്ററും കട്ടായി പോകും. അപ്പോൾ ബാക്കി വരുന്നത് എന്താണ്, ഓം മീറ്റർ അല്ലെങ്കിൽ എന്താണ്,
OHM, ohm meter. Okay, so the right answer, that is ohm meter, first one. Okay, so SI unit of specific resistance, ohm meter. അപ്പോൾ കുട്ടികളെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ സാറ്റ് എക്സാമിനേഷനിൽ വരുന്നുണ്ടാവുക. വളരെ കൃത്യമായി ചാപ്റ്റർ പഠിക്കുക, ചാപ്റ്ററിലെ പോയിന്റുകളെ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക, എന്നിട്ട് സാറ്റ് എക്സാമിനേഷൻ ഭംഗിയായിട്ട് എഴുതുക. നല്ല റാങ്കോടുകൂടി നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. Zephyr, the dream team in entrance coaching.